ഹായ് അസ്സലാമു അലൈക്കും. അപ്പം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് നല്ലൊരു കാട ഫ്രൈയും വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ ഇട്ടിട്ട് നല്ലൊരു ചോറും ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ കുറച്ച് കാട ഉണ്ട്, അതൊക്കെ കഴുകി ചെറുതായിട്ട് മസാല തേച്ചതായിരുന്നു. ഇനി കുറച്ചും കൂടി ഒന്ന് മസാല തേച്ച് എടുക്കുകയാണ്. അങ്ങനെ കുറച്ചും കൂടി ഉപ്പ്, പിന്നെ മുളക് പൊടി, കശ്മീരി പൊടി, പെരുംജീരകം പറഞ്ഞാൽ വലിയ ജീരകം, കുറച്ച് വിനാഗിരി ഇതൊക്കെ ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. നല്ലോണം ഒന്ന് കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ആ കാശ്മീരി പൊടി ചേർത്ത് കൊടുക്കണം. പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ കറിവേപ്പില ഇതൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ അരിപ്പൊടി, കോൺഫ്ലോർ ഇതൊക്കെ ഒഴിച്ച് കൊടുക്കാം. ഞാൻ അതൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല. അങ്ങനെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണമൊന്നുമില്ല. ആദ്യം നമ്മളൊന്ന് കുറച്ച് റെസ്റ്റ് വെച്ചതാണ്, ഇന്നലെ രാത്രി മസാല തേച്ച് വെച്ചതാണ്. അപ്പോൾ ഒന്നും കൂടി ഒന്ന് ഉഷാറാക്കി എടുത്തു എന്നുള്ളൂ. അങ്ങനെ അത് ഫ്രൈ ചെയ്യാൻ പോവുകയാണ്. അങ്ങനെ ചീനച്ചട്ടി ഗ്യാസിൽ വെച്ച് ചൂടായിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ്. ഇത് മുക്കി പൊരിച്ചെടുക്കുകയാണ്. അങ്ങനെ ഓയിലൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അത് നല്ലോണം ഒന്ന് ചൂടായി വന്നതിന് ശേഷം കാട ഓരോന്ന് അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 4-5 ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഫുള്ളായിട്ടൊന്നും ഇട്ട് കൊടുക്കാൻ കഴിയില്ല. അങ്ങനെ ഞാൻ അതവിടെ കിടന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് മുരിഞ്ഞൊക്കെ വരട്ടെ. അപ്പോൾ നമ്മൾ അടുത്ത പരിപാടി നോക്കുകയാണ്. ചോറുണ്ടാക്കാൻ പോവുകയാണ്. വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ ഇട്ടിട്ട്, സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ കുറച്ച് ക്യാരറ്റ്, കാപ്സിക്കം ഇതൊക്കെ ഉള്ളൂ. അത് ഇട്ടുകൊണ്ടാണ് ചോറ്. അങ്ങനെ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ച് സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്. സവാള കുറച്ച് ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ കാടൊക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ് കേട്ടോ. കാട അടിഭാഗമൊക്കെ കുറച്ചൊക്കെ ഒന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. പിന്നെ സവാളയ്ക്ക് പിന്നെ ക്യാരറ്റ്, കാപ്സിക്കം, തക്കാളി, വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റ്, പിന്നെ കറിവേപ്പില ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാക്കണേ ഇങ്ങനെ ആയിട്ട് ഇങ്ങനെയാണ് ഇപ്പോൾ ഉള്ളത്. പിന്നെ പച്ചമുളക്, ഏലക്കായ അതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി പൊടി ഇട്ട് കൊടുക്കുകയാണ്. മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, പിന്നെ കുരുമുളക്, വലിയ ജീരകം, ഗരം മസാല ഇത്ര ഇട്ട് കൊടുക്കണുള്ളൂ കേട്ടോ. അത് അവിടെ ആയിട്ടുണ്ട്. ഇനി വെള്ളം ഒഴിച്ച് കൊടുക്കാൻ പോവുകയാണ്. ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് തിളക്കട്ടെ കേട്ടോ. വെള്ളം ഒന്ന് തിളക്കട്ടെ. പിന്നെ വെള്ളം തിളക്കാൻ വേണ്ടി ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് വെള്ളം ഒന്ന് തിളക്കാൻ വേണ്ടി എന്നിട്ട് പിന്നെ അരി ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ബസുമതി അരി, കുറച്ച് റേഷൻ അരി ഒക്കെ പാടെയാണ്. അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില, കുറച്ച് നെയ്യൊക്കെ ഒഴിച്ച് കൊടുത്ത് ഒന്നുകൂടി ഒന്ന് ഇളക്കിയിട്ട് അടച്ച് വെക്കുക. അങ്ങനെ അത് അടച്ച് വെക്കാൻ പോവാണ്. കാട അവിടെ കിടന്ന് അങ്ങനെ വേകുന്നുണ്ട്. നെയ്യൊക്കെ ആവശ്യത്തിന് അങ്ങനെ ഒഴിച്ച് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മളതവിടെ അടച്ച് വെച്ചിട്ടുണ്ട്. ഒരു വിസിൽ ആവും മതി. അപ്പോൾ ചോറ് ഒരു വിസിലൊക്കെ വന്നിട്ട് ഇതാ അങ്ങനെയാണ്. ഇനി അത് ഇളക്കി മറിച്ചിട്ട് നമ്മൾ സാലഡും ചമ്മന്തിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കൂട്ടി കഴിക്കുകയാണ്. ചോറ് ഇതാ അങ്ങനെ ആയിട്ടുണ്ട്. വലിയ സ്പെഷ്യലായിട്ടുള്ള ചോറൊന്നും അല്ലെങ്കിലും അത്യാവശ്യം കഴിക്കാനൊക്കെ മതി. നല്ലൊരു കാട എടുത്തിട്ട് ഒരു കാട കഷ്ണമൊക്കെ എടുത്തിട്ട് ചോറിൽ ചമ്മന്തി, സാലഡും ഒക്കെ കുഴച്ച് ഇങ്ങനെ കഴിക്കാൻ പോവാണ്. നല്ല രസമുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല ടേസ്റ്റൊക്കെ ഉണ്ട്. നല്ല സ്പെഷ്യലായിട്ടുള്ള ചോറൊന്നും അല്ലെങ്കിലും അത്യാവശ്യം ടേസ്റ്റൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ കഴിക്കുകയാണ് രാവിലെ. അപ്പം എൻ്റെ വീഡിയോ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിൽ അറിയിക്കുക. അപ്പം
എന്നാ ഓക്കെ ബായ്. ആവലനാനുരതാ മില്യതിനാത്തിനാ